ഡോക്ടർ സുഷമ സ്വരാജ് സ്മൃതി ദിനം. സുഷമ സ്വരാജ് സൗമ്യതയുടെ മുഖം, സ്നേഹപൂർവമായ പെരുമാറ്റം, ഉറച്ച വാക്കുകൾ, ഇന്ത്യൻ നാരീശക്തിയുടെ പ്രതീകം. ഹരിയാനയിലെ അംബാല കണ്ടോൺമെന്റിൽ 1952 ഫെബ്രുവരി 14 സുഷമ സ്വരാജിന്റെ ജനനം. 70കളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയായിരുന്നു പൊതുരംഗത്തെത്തിയത്. നിയമബിരുദം നേടിയ അവർ അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രക്ഷോഭ പരിപാടികളിൽ സജീവമായി പങ്കെടുത്തു. 1977 ഹരിയാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സുഷമ 25-ാം വയസ്സിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ ക്യാബിനറ്റ് മന്ത്രിയായി. 1980 ജനതാ പാർട്ടിയിൽ നിന്ന് ജനസംഘ വിഭാഗം പിരിഞ്ഞ് ഭാരതീയ ജനതാ പാർട്ടി രൂപം കൊണ്ടപ്പോൾ മുതൽ പാർട്ടിയിൽ അംഗമായിരുന്നു. പിന്നീട് ദേശീയ നേതൃത്വത്തിലെത്തിയ അവർ രാജ്യസഭാംഗമായി. 1998 ഡൽഹിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായി. രാജ്യത്ത് ഒരു ദേശീയ പാർട്ടിയുടെ വക്താവാവുന്ന ആദ്യ വനിത എന്ന റെക്കോർഡും സുഷമ സ്വരാജിന് സ്വന്തം. അതിനുശേഷം ഇന്ത്യയുടെ ആദ്യ വനിതാ വിദേശകാര്യമന്ത്രിയായി. 2014 മുതൽ 2019 വരെയായിരുന്നു ഇത്. ഏതു സമയത്തും ഏതു സാഹചര്യത്തിലും സാധാരണക്കാർക്ക് സഹായം തേടിയെത്താവുന്ന വിദേശകാര്യമന്ത്രിയായിരുന്നു സുഷമ സ്വരാജ്. അനവധി ആളുകളെ അവർ പല രാജ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്തു. അവരുടെ തന്നെ ഒരു ട്വീറ്റ് ആ സമയത്ത് വൈറലാവുകയും ചെയ്തിരുന്നു. നിങ്ങൾ ചൊവ്വയിൽ കുടുങ്ങിയാലും അവിടെയുള്ള ഇന്ത്യൻ എംബസി നിങ്ങളെ സഹായിക്കും എന്ന് അവർ ട്വീറ്റ് ചെയ്തിരുന്നു. വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ അവർ രക്ഷപ്പെടുത്തിയ എല്ലാ ഇന്ത്യക്കാർക്കും വിദേശികൾക്കും അവർ എന്നെന്നും ഒരു ഹീറോയും സ്നേഹത്തിന്റെ മാലാഖയുമായിരുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന തന്റെ സോഷ്യൽ മീഡിയ സാന്നിധ്യത്തിലൂടെ സഹായഹസ്തം നീട്ടിക്കൊണ്ട് അവർ എല്ലാ വിഭാഗം ജനങ്ങളെയും സ്വാധീനിച്ചിരുന്നു. 2003 മുതൽ 2004 വരെ അവർ ആരോഗ്യ, കുടുംബക്ഷേമം, പാർലമെന്ററി കാര്യം എന്നീ വകുപ്പുകളിലും മന്ത്രിയായിരുന്നു. രാജ്യത്ത് ഒരു ദേശീയ പാർട്ടിയുടെ വക്താവാകുന്ന ആദ്യ വനിത, ഡൽഹിയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി, BJPയിൽ നിന്നുള്ള ആദ്യ വനിതാ മുഖ്യമന്ത്രി, മുഴുവൻ സമയ വിദേശകാര്യമന്ത്രിയായ ആദ്യ ഇന്ത്യൻ വനിത, ലോക്സഭയിലെ ആദ്യ വനിതാ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ ബഹുമതികൾ ഡോക്ടർ സുഷമ സ്വരാജിന് സ്വന്തം. സോഷ്യലിസ്റ്റ് നേതാവും മിസോറാം മുൻ ഗവർണറും സുപ്രീം കോടതിയിലെ അഭിഭാഷകനുമായ സ്വരാജ് കൗശലാണ് ഭർത്താവ്. രാജ്യസഭയിൽ ഒരേ കാലത്ത് അംഗങ്ങളായിരുന്ന ദമ്പതികൾ എന്ന ബഹുമതിയും ഇവർക്ക് സ്വന്തം. മറ്റുള്ളവരോട് സഹാനുഭൂതിയും കരുതലും നിറഞ്ഞ ഒരു സാധാരണ നേതാവാണ് സുഷമ സ്വരാജ് എന്ന് വിലയിരുത്തപ്പെടുന്നു. 2019 ഓഗസ്റ്റ് 6 ഹൃദയാഘാതത്തെ തുടർന്ന് തന്റെ 67-ാം വയസ്സിൽ സുഷമ സ്വരാജ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ആദരണീയ ഡോക്ടർ സുഷമ സ്വരാജിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശതകോടി പ്രണാമം. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ നൽകി 2020 രാജ്യം ഡോക്ടർ സുഷമ സ്വരാജിനെ ആദരിച്ചു. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ.